ഇടവേള ബാബുവിൻ്റെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു ഓൺലൈൻ ചാനൽ അത് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യാണ് ഇവിടെ. നമ്മൾ പല തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വനിത എന്ന് പറയുന്ന ഒരു മാഗസിനുണ്ട്. ആ വനിതയുടെ മാഗസിനിൽ ഈ ദിലീപിൻ്റെയും അതുപോലെ കുടുംബത്തിൻ്റെയും ഒക്കെ ഫോട്ടോ വരികയും അവരെക്കുറിച്ച് വളരെ കുടുംബസ്ഥനായിട്ടുള്ള, കുടുംബത്തോട് സ്നേഹമുള്ള, അതുപോലെ തന്നെ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന വളരെ നല്ലൊരു കാർന്നോരായിട്ട് ദിലീപിനെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളൊക്കെ അതിനകത്ത് വരികയുണ്ടായി. ഇതിന് നമ്മൾ പറയുന്നത് ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി എന്നാണ്. പലപ്പോഴും ഇത് പെയ്ഡ് ന്യൂസുകളാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മുടെ എല്ലാ രംഗത്തും പണ്ടേ മുതലേ നടന്നിട്ടുള്ളതാണ്. ചില രംഗങ്ങളിലൊക്കെ സൺഡേ സപ്ലിമെൻറ്റുകളിൽ ഇത് വരും, വനിതയിൽ ഇത് വരും. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു മോശം കാര്യം, അതായത് ഒരു 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നതാണ് ഒരു നടിയെ പീഡിപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട്. അത് തന്നെ ഇന്ത്യയിൽ വളരെ അത്യപൂർവമായിട്ടുള്ളൊരു കേസാണ്. ഒരു നടിയെ പീഡിപ്പിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക ഒരു വനിതകളൊക്കെയാണ് എന്ന് മനസ്സിലാക്കി. വനിത വായിക്കുന്നത് മിക്കവാറും ഒരു കുടുംബത്തിലെ സ്ത്രീകളൊക്കെ തന്നെയാണ്, നല്ല സർക്കുലേഷനുള്ള മാധ്യമമാണ്. അപ്പോൾ അതുകൊണ്ട് ദിലീപ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വനിതയിൽ അത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ഒരു ഫോട്ടോ ഈ കുടുംബത്തിൻ്റെ മൊത്തം, അതായത് മീനാക്ഷിയെയും കാവ്യ മാധവനെയും അവരുടെ ഏറ്റവും ചെറിയ കുട്ടിയെയും ഒക്കെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോയൊക്കെ കൊടുക്കുകയും ചെയ്തു. അതൊരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റി ആയിരുന്നു. അത് പെയ്ഡായിട്ടുള്ളൊരു പരിപാടിയാണ് എന്നുള്ളത് അന്ന് റിപ്പോർട്ടർ ചാനലിലെ MD ഒക്കെ ആയിരുന്ന, അതുപോലെ ചീഫ് എഡിറ്റർ ആയിരുന്ന നികേഷ് കുമാർ അന്ന് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല തരികിടകളും ആളുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ അദ്ദേഹം ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിക്രൂരനായിട്ടുള്ള ഒരു പട്ടാള ജനറലായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ടിക്ടോക്കിലൂടെയൊക്കെ ഡാൻസ് കളിക്കുകയും മറ്റേ ചെറിയ കുട്ടികളോടൊത്ത് ഡാൻസ് കളിക്കുകയും അതുപോലെ സ്വന്തം വീട്ടിലെ പേരക്കുട്ടികളെ കളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള നിരവധി റീലുകൾ, അതായത് ആയിരക്കണക്കിന് റീലുകൾ പുറത്തേക്ക് ഉണ്ടാക്കി വിടുകയും അതിന് പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഗമോയ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു. എന്ന് പറഞ്ഞാൽ ആർക്കും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന, ആർക്കും കെട്ടിപ്പിടിച്ചൊന്ന് മുത്തം കൊടുക്കാൻ തോന്നുന്ന ഒരു മുത്തച്ഛനായി അദ്ദേഹത്തെ മാറ്റിയിരുന്നു. അപ്പോൾ ഏതാണ്ട് അതേപോലത്തെ ഒരു പരിപാടി നമ്മുടെ ഇടവേള ബാബുവും ഇന്നലെ വന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഹൈദരാലി എന്ന് പറയുന്ന നേരത്തെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ടായിട്ടുള്ള മൂവി വേൾഡ് എന്ന് പറയുന്ന ചാനലൊക്കെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ മറ്റേതോ ചാനൽ, ഒരു പുതിയ ചാനലാണ്. അപ്പോൾ ആ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ വെളുപ്പിന് 2:30 ഇന്ന് കൊടുക്കുന്നത് എന്നുള്ളത് തന്നെ ഇടവേള ബാബു ഒരു 3-4 വട്ടം പറയുന്നുണ്ട്. കൂടാതെ ഇടവേള ബാബു അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ടൊരു 10-25 മിനിറ്റുള്ള ഒരു ഇൻ്റർവ്യൂവിൽ 10 മിനിറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഈ AMMയുടെ ഭാരവാഹികളെല്ലാം കൂടി നമുക്കറിയാമല്ലോ, അവരെല്ലാം രാജിവെച്ച് ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സരയു മോഹൻ പറയണം ഞാൻ മാത്രം രാജിവെച്ചിട്ടില്ല എന്നൊക്കെയാണ്. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും അവരൊക്കെ കണ്ടം വഴി ഓടിക്കളഞ്ഞു. കാരണം ജനരോഷം, ജനത്തിന് മനസ്സിലായി ഇവർ ഈ തിരശ്ശീലയിൽ കാണുന്ന സ്വഭാവമൊന്നുമല്ല, മറ്റേ മോശക്കാരായിട്ടുള്ള ആളുകളാണെന്നും ഒരു തെറ്റിനെയും ഇവർ എതിർക്കില്ലെന്ന് മാത്രമല്ല തെറ്റ് ചെയ്തവരെയൊക്കെ ഇവർ മടിയിൽ പിടിച്ചിരുത്തുകയും അവരെയൊക്കെ ഒരുപാട് വളർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാമല്ലോ, ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽപ്പെട്ടാൽ പിന്നീട് അവസരങ്ങൾ കിട്ടും. അലൻസിയർക്കെതിരെയുള്ള പീഡന പരാതി വന്നു, അപ്പം തന്നെ അലൻസിയർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. പകരം പരാതി പറയുന്ന സ്ത്രീകളും ലേഡീസും എല്ലാം സിനിമാ മേഖലയിൽ നിന്ന് ഔട്ടാവും. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്വാധീനം കൊണ്ടാണത്. അപ്പോൾ ഇവർ ഉറപ്പായിട്ടും നല്ല ആളുകളല്ല എന്നുള്ളത് നമുക്ക് അനുമാനിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ അവരെല്ലാം ഓടിക്കളഞ്ഞതിന് ശേഷം, അവരൊക്കെ ഓടിപ്പോയതിന് ശേഷം ഈ നമ്മുടെ ഇടവേള ബാബുവിനെ നിരവധി ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5000 രൂപ വീതം ഒരു കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതോ 100, 125 പേർക്കും 5000 രൂപ വീതം കൈനീട്ടം കൊടുക്കുമ്പോൾ അത് നഷ്ടപ്പെടുമോ, ഇനി അത് ഇല്ലാതാകുമോ എന്നൊക്കെ ചോദിച്ച് നിരവധി പേർ വിളിക്കുകയാണ് എന്നാണ് നമ്മുടെ ഇടവേള ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് ലാലേട്ടനെ കുറിച്ചൊന്നും നിങ്ങളങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മജൻ ബോൾഗാട്ടി കരയാണ്. നിരവധി പേർക്ക് അദ്ദേഹം വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കൈനീട്ടം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ടൊരു കമൻറ്റ് എന്നെ വല്ലാതെ രസിപ്പിച്ചിരുന്നു. നിങ്ങൾ ആ ധർമ്മജൻ ബോൾഗാട്ടിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറച്ച് മോര് കുടിപ്പിക്കൂ എന്ന് പറയുന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അവർ. അപ്പോൾ അങ്ങനെ ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ News 18 ചാനലിൽ വന്നിട്ട് ധർമ്മജൻ ബോൾഗാട്ടി എന്നെക്കൊണ്ട് ഇനി നിങ്ങൾ പച്ചത്തറി പറയിപ്പിക്കരുത് എന്നാണ് ഒരു സ്ത്രീയോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന ആളുകളെ കൊണ്ടൊക്കെ ഇവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു രൂപമാണ് നമ്മുടെ ഇടവേള ബാബുവിൻ്റേത്. അപ്പോൾ ഇടവേള ബാബു ഇന്നലെ പറയുന്നത് ഇങ്ങനെ ആളുകളൊക്കെ ആശങ്കയിലാണ്, അതുകൊണ്ട് AMM എങ്ങാനും നിന്നുപോയാൽ കേരളത്തിലെ 125 പേര് കഷ്ടത്തിലായി പോകും, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണെന്നാണ്. ഇതൊക്കെ അസൽ ഉഡായിപ്പാണ്. കാരണം
ഈ 125 പേർക്ക് പെൻഷൻ കൊടുക്കാനായിട്ട്, അത് കൈനീട്ടം എന്ന് പറഞ്ഞ പരിപാടി കൊടുക്കാനായിട്ട് ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപ മതി. ഈ 6 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 രൂപയാണ് കൊടുക്കുന്നത്. കേരളത്തിൽ ഒരു കൊല്ലം ഇറങ്ങുന്ന സിനിമകളുടെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്ട് 200-220 സിനിമകളാണ്. ഈ ഓരോ സിനിമയോടും ഗവൺമെൻറ് 1 ലക്ഷം രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് മേടിക്കുകയും അവർക്ക് വേണ്ടി ഒരു വെൽഫെയർ ബോർഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 കോടി രൂപ ഏറ്റവും കുറഞ്ഞത് കിട്ടും. ആ 2 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം 70 ലക്ഷം രൂപ ഇവർക്ക് 5000 രൂപ വീതം കൊടുക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് ഈസിലി പറ്റും. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 1,30,00,000 രൂപ ഗവൺമെൻറ് വേറെ വല്ല കാര്യത്തിനും വേണമെങ്കിൽ കടമെടുക്കാം, അല്ലെങ്കിൽ വേറെ കാര്യത്തിന് ഉപയോഗിക്കാം. ഇനി അതൊന്നും വേണമെങ്കിൽ ഈ 125 പേർക്ക് പകരം 250 പേർക്ക് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ വേറെ അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നും ഇല്ലെങ്കിൽ ഈ 125 പേർക്ക് തന്നെ വേണമെങ്കിൽ 10,000 രൂപ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനൊക്കെ സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള തരികടൊന്നും കാണിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇടവേള ബാബുവിൻ്റെ ഒക്കെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ, നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടാലും മതി, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് വിളിക്കാം. നിങ്ങളെല്ലാ സ്ഥലത്തും വന്ന് നിങ്ങളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാം. കാരണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിങ്ങളും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളും അത് ചാനലുകളുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ നിങ്ങളോട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ വളരെ സാധുവായിട്ടിരുന്ന് ഈ പറയുന്ന നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തേക്കുന്ന ആളുകളൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കെതിരെ ഒരാളല്ല, 2 പേര് പരാതി കൊടുത്തിട്ടുണ്ട്. ആ 2 പേര് പറഞ്ഞേക്കുന്ന ഒരു കാര്യം അതീവ ഗുരുതരമായൊരു കാര്യമാണ്. ആ കാരണം കൊണ്ടുകൂടിയാണ് AMMയുടെ നേതാക്കളൊക്കെ ഒളിച്ചോടിയത്. കാരണം AMMയിൽ മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് 1.5 ലക്ഷം രൂപ വേണമെന്നും പകരം ശരീരം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന വലിയ ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണം കൊടുത്തിട്ടുള്ളവരുടെ ബോഡി ലാംഗ്വേജും അവരെ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തതിനേക്കാൾ വളരെ ജെനുവിനായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആളെ പറ്റിക്കാൻ വേണ്ടി നോക്കരുത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ആരോപണങ്ങളാണ്, അപ്പം തന്നെ പിച്ചി കീറരുത് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതൊക്കെ ശരി തന്നെ, അവിടെ നിൽക്കട്ടെ. ഈ ആരോപണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങളെക്കുറിച്ച് വേറൊരു പെൺകുട്ടി പറഞ്ഞേക്കണ ആരോപണം നിങ്ങൾ വിദേശത്തേക്കുള്ള ഷോയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. ഇനി തെളിയിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ തെളിയിച്ച കാര്യത്തെ പോലും ചോദ്യം ചോദിക്കാൻ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ഇരുന്ന് കൊടുക്കുന്ന ആൾ ചോദിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാനുള്ളത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ലീഗലൈസ്ഡ് ആയിട്ടുള്ള ബോഡിയിൽ നിന്നും നിങ്ങൾക്കെതിരെ വിധിയുണ്ടായി മിസ്റ്റർ ഇടവേള ബാബു. നിങ്ങൾ വിനയൻ എന്ന് പറയുന്ന ഒരാൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാനുള്ള അവകാശത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ ബാൻ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലീഗലി ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ പുറത്ത് AMMയ്ക്ക് 4,65,000 രൂപ ഫൈൻ ഫൈൻ കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ മാത്രമല്ല, ഫെഫ്കക്ക് 85 ലക്ഷം രൂപ എന്ത് ചെയ്യേണ്ടി വന്നു, ഫൈൻ ഈടാക്കേണ്ടി വന്നു. നിങ്ങൾ 3 ലക്ഷം രൂപ ഫെഫ്കയുടെ ഡയറക്ടേഴ്സിന് ഫൈൻ കൊടുത്തു. ഇത് കൂടാതെ 51,478 രൂപ AMMയുടെ പ്രസിഡന്റ് ഫൈൻ കൊടുക്കേണ്ടി വന്നു. 19,113 രൂപ AMMയുടെ സെക്രട്ടറി നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ഫൈൻ കൊടുക്കേണ്ടി വന്നു. കാരണം നിങ്ങൾ ഒരാളുടെ തൊഴിലെടുക്കാനുള്ള അവകാശത്തെ ഹനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 85 ലക്ഷമല്ല കേട്ടോ, 85,594 രൂപ ഫെഫ്കക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾ ഫൈൻ ഇട്ടവരാണ്. 1 രൂപയെങ്കിൽ 1 രൂപ, 80,000 രൂപയെങ്കിൽ 80,000 രൂപ, 19,000 രൂപയെങ്കിൽ 19,000 ഫൈൻ ഇട്ടവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൂവണായി, അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ ന്യായവ്യവസ്ഥയുടെ മുമ്പിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തവരാണ്. ഒരാളുടെ അന്നം മുടക്കാനായുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ നിങ്ങൾ ഹനിച്ചവരാണ്. ആ ഹനിച്ചവരാണെന്നുള്ള ചോദ്യമൊന്നും വരാത്ത ഒരാളുടെ മുമ്പിലിരുന്ന് നിങ്ങൾ AMMയുടെ മറ്റേ മഹത്വത്തെക്കുറിച്ചും അവർ 125 പേർക്ക് കൈനീട്ടം കൊടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ വെറും ഭൂലോക തരികിട വർത്തമാനമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒന്ന്, ഇനി AMMയുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കിയാലോ, ഈ കൈനീട്ടം കൊടുക്കുന്നവരുടെ ലിസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടേക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ ചെയ്യുന്ന ഈ 125 പേർക്ക് 5,000 രൂപ വീതം, അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകളെ കൊള്ളയടിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ 1% പോലും
തിരിച്ചു കൊടുത്ത് ഈ പറയുന്ന കുറേ അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ അടിമകളാണ്. ആ അടിമകളായതിൻ്റെ കാരണം അവരൊക്കെ തന്നെ അവസരം കിട്ടണമെങ്കിൽ ഇവരോട് അടിമയായിട്ട് നിന്നാലേ മനസ്സിലാവുള്ളൂ. ഇനി അങ്ങനെയല്ലാത്ത ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ കൂടി ആജീവനാന്തം അടിമകളായി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച തരികിട പണിയാണിത്. ഇതിന് ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണ്. ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറയുന്നത് പോലെ, ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ, ഒരു സിനിമക്ക് 50,000 രൂപ രജിസ്ട്രേഷൻ മേടിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ഗവൺമെൻറ് ഇതിൽ കൂടുതൽ പണമുണ്ടാക്കുകയും ഇതിനേക്കാൾ ഭംഗിയായി ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ ഗിമ്മിക്ക് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് മിസ്റ്റർ ഇടവേള ബാബു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാം. എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സമയം വരും, നിങ്ങൾ പബ്ലിക്കായി പറഞ്ഞാലും മതി. ആ സമയത്ത്, ആ ഡേറ്റിൽ, ആ ടൈമിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ആ സമയത്ത് വന്ന് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ആത്മാർത്ഥമായി മറുപടി പറയണം. അല്ലാതെ നിങ്ങൾ ഇരവാദം ഉയർത്തിക്കൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റിയായി, നിങ്ങളുടെ ഇമേജ് ബിൽഡിംഗ് ആക്ടിവിറ്റിയായിട്ട് ഇൻ്റർവ്യൂകൾ കൊടുത്തുകൊണ്ടൊന്നും കുറച്ച് പേര് വിശ്വസിക്കും. മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ കുറച്ച് ബോധമുണ്ട്. അതുകൊണ്ട് അവർ അധിക കാലം നിങ്ങൾക്കിങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റില്ല.